ആത്മാനിഷാദപ്രതിഷ്ഠാം ത്വം അഗമഃ ശാശ്വതീ സമാഹ യത്ക്രൗഞ്ചമിഥുനാദേകം അവധീഃ കാമമോഹിതം. വാൽമീകി എഴുതിയ ആദ്യത്തെ ശ്ലോകമാണ് ഇത്. ഒരു വേടൻ ക്രൗഞ്ചപക്ഷികളിൽ കാമമോഹിതനായ ഒന്നിനെ കൊല്ലുന്നത് കണ്ട ശോകത്തിൽ നിന്ന് വാൽമീകി രചിച്ച ശ്ലോകമാണ് ഇത് എന്നാണ് ഐതിഹ്യം. ഇതിനെ തുടർന്നാണ് രാമായണം എഴുതിയത് എന്ന് പറയപ്പെടുന്നു. സംസ്കൃതത്തിലെ ഏറ്റവും പ്രചാരമുള്ള അനുഷ്ടുപ് വൃത്തത്തിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വാൽമീകി അനുഷ്ടുപ് വൃത്തത്തിൽ 24,000 ശ്ലോകങ്ങളുള്ള രാമായണം ചമച്ചത്. ഈ ശ്ലോകത്തിന് 2 അർത്ഥമുണ്ട്. അർത്ഥം 1, അരുത് കാട്ടാള, ക്രൗഞ്ചപക്ഷികളിൽ കാമമോഹിതനായിരുന്നതിനെ കൊന്നതുകൊണ്ട് നീ നിത്യകാലത്തോളം മഹത്വം പ്രാപിക്കാതെ പോകട്ടെ എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, മഹാലക്ഷ്മിയിൽ വസിക്കുന്നവനെ അതായത് മഹാവിഷ്ണുവെ, കാമമോഹിതനായ രാക്ഷസനെ എന്നാൽ രാവണനെ കൊന്നതുകൊണ്ട് അങ്ങ് ശാശ്വതമായ പദം പ്രാപിക്കട്ടെ എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം രാമൻ്റെ യാത്ര, ജേണി ഓഫ് രാമ എന്നാണ്. രാമഃ, യോഗ, അയനം എന്നീ 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് ഈ പേരുണ്ടായത്. അയനം എന്നാൽ യാത്ര, സഞ്ചാരം, പാത എന്നൊക്കെയാണ് അർത്ഥം. സംസ്കൃത സാഹിത്യകൃതികളിൽ വെച്ച് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഇതിഹാസ കാവ്യങ്ങളാണ് മഹാഭാരതവും രാമായണവും. ഇതിൻ്റെ കർത്താക്കളെന്ന നിലയിൽ വ്യാസമഹർഷിയും വാൽമീകി മഹർഷിയും വിശ്വപ്രസിദ്ധരാണ്. തപസ്സും മാനവികതയും ജീവകാരുണ്യവും സാത്വിക ഗുണങ്ങളുമെല്ലാം ഉള്ള ഒരേയൊരു മഹർഷി വര്യനാണ് വാൽമീകി. വരുണന്റെ 10ാമത്തെ പുത്രനായി രാമായണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ലോകത്തോട് പറയാനുള്ളത് പറയുകയും അതാണ് തൻ്റെ നിയോഗമെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. രാമായണത്തിൽ അനുഷ്ടുപ് വൃത്തത്തിലാണ് ശ്ലോകങ്ങളെങ്കിലും ഭിന്ന ദീർഘവൃത്തങ്ങളിലായും അനേകം പദ്യങ്ങളും കാവ്യത്തിലുണ്ട്. രാമായണം ഒരു ഇതിഹാസ കാവ്യമാണ്. അത് ഒരു ഭക്തികാവ്യമോ മതഗ്രന്ഥമോ അല്ല. രാമായണത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നാൽ ആ കാര്യം വ്യക്തമാകും. വാൽമീകി രാമായണം രചിക്കപ്പെട്ട കാലവും നമ്മളും തമ്മിൽ അനേകായിരം വർഷങ്ങളുടെ അകലമുണ്ട്. ധർമ്മനിഷ്ഠ കൊണ്ട് മനുഷ്യജീവിതത്തിൽ പൂർണ്ണത നേടുന്ന രാമൻ്റെ കഥയാണ് രാമായണം. മനുഷ്യജീവിതത്തിലെ ദൗർബല്യങ്ങളും ഉദാത്തതകളും നമുക്കിതിൽ കാണാൻ കഴിയും.